ഹലോ പിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അത് കിട്ടില്ല ഒരു പോക്സി സെർവറായിട്ടാണ് വന്നിരിക്കുന്നത്. പോക്സി സെർവർ അപ്പം ഇതിൽ എല്ലാം അൺലിമിറ്റഡ് ആണ്. ഡയമണ്ട്സ് ആയാലും കോയിൻസ് ആയാലും അതിൻ്റെ ലെവൽ വരുന്നത് 100 ലെവലൊക്കെയാണ്. ഈ ബാഡ് അക്കൗണ്ടാണ്. അപ്പം ഇതിൽ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഇതിൽ ഫ്രീ ആണ്. ഞാൻ ജസ്റ്റ് എൻ്റെ പ്രൊഫൈൽ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങളിവിടെ എന്താ എൻ്റെ പ്രൊഫൈൽ കണ്ടാൽ മനസ്സിലാവും. ഫോണിൽ വി പി ഓൺ ആക്കിക്കൊണ്ടാണ് ഇത് ലാഗ് കിട്ടും. ഐസ് കാര്യമാക്കണം. 100 ലെവലാണ് എൻ്റെ അക്കൗണ്ടിലെ ലെവൽ വരുന്നത്. അതേമാതിരി ഞാൻ ബി ആറിൽ മാസ്റ്ററാണ്. ബാഡ്ജ് ഒക്കെ നോക്കിയാൽ ഒക്കെ 999 999+ ആണ്. അല്ല ഒക്കെ 999 ആണ്. ഡയമണ്ട്സ് ആയാലും കാര്യങ്ങളും എല്ലാം ഇതിലൊക്കെ നോക്കൂ, ഒക്കെ അൺലിമിറ്റഡ് കാര്യങ്ങളാണ്. അതേമാതിരി ഇവൻറ്റ്സ് ഇതുവരെ ഫ്രീ ഫയറിൽ വരാത്ത 2-3 ഇമോട്ട് ഇതിലുണ്ട്. അത് സർപ്രൈസാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ കയറി നോക്കുക ഏതാ ഇമോട്ട്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ ലാഗടിവില്ല. നേരെ സെറ്റപ്പ് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതിലേക്ക് വേണ്ടത് ഒരു വി പി എം വേണം. അപ്പോൾ ഈ വി പി എം തന്നെ നിങ്ങൾ കയറ്റാൻ നോക്കുക. അതേമാതിരി ഫ്രീ ഫയർ വേണം. സാധാ ഫ്രീ ഫയർ ആണ്. ആ ഫ്രീ ഫയറിൻ്റെ ലിങ്ക് ഞാൻ വെബ്സൈറ്റിൽ ലിങ്കും കൊടുക്കുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്താക്കും, താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നതാണ് ഈ കമൻറ്റ് ബോക്സിൽ. പിന്നെ വേറൊരു ഫയലിൻ്റെ ലിങ്ക് ഉണ്ട്. ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ രണ്ടെണ്ണം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഫ്രീ ഫയർ എടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രീ ഫയർ ഫുള്ള് ലോഡ് ആവട്ടെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇത് ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. ഈ ഒരു ഇമെയിൽ വെച്ചിട്ട് പുതിയൊരു അക്കൗണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കി വെക്കുക. അതാണ് ഏറ്റവും നല്ല പരിപാടി കേട്ടോ. അല്ലാതെ മെയിൻ അക്കൗണ്ടൊക്കെ ചെയ്ത് അടിച്ചു പോയെന്ന് പറയരുത്. ഇപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന ഫയൽ നല്ല കിട്ടലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്മൾ വെച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ലോഡിങ്ങിൻ്റെ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്റ്റക്ക് അടിച്ച് നിൽക്കാൻ മതിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ വി പി എൻ ജസ്റ്റ് കയറ്റാം. നിങ്ങൾക്ക് ഏത് വി പി എൻ, ഒരു ബ്രസീൽ സെർവറിൽ ഏത് വി പി എൻ ആയിട്ട് ചെയ്യില്ല. നമ്മൾ ഇപ്പോൾ ആക്ച്വലി വെച്ച് ജസ്റ്റ് ബ്രസീൽ വി പി എൻ അടിച്ചാലും അങ്ങനെ കിട്ടണമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ അക്കൗണ്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. പ്രൊഫൈൽ ലോഡിങ് ടൈം ആക്കുക. അവിടെ ഈ ഒരു ഐ ഡി ഉണ്ടോ, ഈ ഐ ഡി ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. നമ്മൾ യു ഐ ഡി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ബ്രൗസറിലേക്ക് കയറാം. UN ലോക്ക് FF ബെറ്റ എന്നടിക്കാം. ഓക്കെ, അങ്ങനെ കറക്റ്റ് അടിച്ച് .com എന്നടിച്ച് സെർച്ച് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ജസ്റ്റ് ലോഡിങ് ടൈം ഉണ്ട്, നമ്മൾ ലോഡ് ആയിക്കോട്ടെ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാൻ പറയും. നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്താൽ നമ്മൾ ലോഡ് ആവുന്ന ടൈം കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ലോഡ് ആവുന്നുണ്ട്. നെറ്റിന് ചെറിയ പ്രശ്നമാണ്, വൈഫൈ ആണെങ്കിലും. അപ്പോൾ ഇതിന് വി പി ആവശ്യമില്ല. വി പി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെയും നമ്മൾ ആ ലോഡിങ് സെറ്റ് ഉണ്ടല്ലോ അവിടെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ നിൽക്കും. അപ്പോൾ അതിൽ വി പി യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഒറിജിനൽ സെർവർ എവിടെയാണോ ആ ഒരു വി പി ഓഫ് ആക്കിയിട്ടിട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ലോഡ് ആവട്ടെ. ജസ്റ്റ് ലോഡ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂസ് വരും. ഇവിടെ 3 hours അൺലോക്ക് ഫോർ 3 hours, അൺലോക്ക് ഫോർ 2 hours ഉണ്ടാവും. അപ്പോൾ 3 hours നിൽക്കാതിരിക്കുക, 2 hours നിൽക്കുക. ജസ്റ്റ് നമുക്ക് 2 hours നിൽക്കാം. ഇവിടെ 2 hours കാണിക്കുകയാണെങ്കിൽ നമുക്ക് 3 hours കിട്ടണം. ഓക്കെ, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത UID ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് എന്താ നമ്മളെ അൺലോക്കഡ് മാറ്റാൻ നിൽക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതിലും ഫുൾ ആഡാണ്. ഓക്കെ, അപ്പോൾ എന്താ ആഡ് എങ്ങനെ സ്കിപ്പ് അടിക്കണമെന്നുള്ള പരിപാടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ലോഡ് ആയിക്കോട്ടെ. അപ്പോൾ അത് ഇങ്ങനെ ആഡ് വരും. ഇവിടെ ജസ്റ്റ് ക്യാൻസൽ നിൽക്കുക. ഫുൾ ആഡാണ്. ഇവിടെ നെക്സ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ആഡ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് തന്നെ ജസ്റ്റ് ബാക്ക് ബട്ടൺ നിൽക്കിയാൽ നിങ്ങൾ എങ്ങനെയാണോ ബാക്ക് ബട്ടൺ നിൽക്കുക. പിന്നെ ഇന്ന് നെക്സ്റ്റ് നിൽക്കുക. വെക്കുമ്പോൾ ഇങ്ങനെ ബാക്ക് അടിക്കുക. അതൊക്കെ ഇങ്ങനെ ആഡ് വരുന്നതാണ്. ഇങ്ങനെ ബാക്ക് അടിച്ചുകൊണ്ട് തന്നെ നിൽക്കാം. അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കൂടി ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. ഓക്കെ, ഇവിടുന്ന് കൂടി ഒന്ന് ബാക്ക് അടിക്കാം. ഇതിൽ ഫുൾ ആഡാണ് വരിക. വേസ്റ്റ് ചെയ്താൽ പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. അതൊന്ന് ആയിക്കോട്ടെ. അത് കുറേ ആഡ് വരും. ജസ്റ്റ് ഒന്ന് ആഡ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ സ്കിപ്പൊക്കെ അടിച്ച് വെയിറ്റൊക്കെ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവം ലോഡിൻ്റെ വരും. അപ്പോൾ ജസ്റ്റ് ഇതുകൊണ്ട് ഓടാവട്ടെ. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വെയിൽ ലിസ്റ്റ് കിട്ടാനാണ്. പോക്സിൽ വെയിൽ ലിസ്റ്റ് ഉണ്ട്. പോക്സിൽ വെയിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഇത് ചെയ്തിട്ടില്ല എന്നുള്ള മറ്റേ മെത്തേഡ് മാത്രം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പോക്സിലേക്ക് കയറാൻ കഴിയാത്തതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ID വെരിഫിക്കേഷൻ ചെയ്ത് വെയിൽ ലിസ്റ്റ് കിട്ടണം. അത് നിങ്ങൾക്ക് പോക്സിൽ അല്ലെങ്കിൽ കയറാൻ കഴിയാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് കോപ്പി ചെയ്യാനുണ്ടാവും. അപ്പോൾ ഫുൾ ഇടാം. ഈ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഞാൻ പറഞ്ഞത് 2 hours അല്ല, ആഫ്റ്റർ 3 hours കിട്ടുന്നുണ്ടോ. എസ്പെരി ആഫ്റ്റർ 3 hours കൊണ്ട് ഞാൻ അടുത്തെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഹോം സ്ക്രീനിലേക്ക് വരിക. ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ VPN ഓൺ ചെയ്യാം. VPN ഓൺ ആക്കുക. അവിടെ കണ്ട ലോഡിങ് ടൈമാണ്.
എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് VPN ഓൺ ആക്കിയിട്ട് ഏത് VPN ആയാലും സീനില്ല, പക്ഷേ അതിലൊരു ബ്രസീൽ സെർവർ വേണം. ഞാൻ ബ്രസീൽ സെർവറിലൊരു VPN ആയിരിക്കണം നിങ്ങളുടെ സെറ്റപ്പ് ആക്കണത്. അപ്പം എൻ്റെ VPN ബ്രസീൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അടിക്കടിക്ക് പോകുമ്പോൾ ഒരു ബ്രസീൽ കണ്ടില്ല എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ പരിപാടി വന്നില്ല. അപ്പോൾ ഇവിടെ ബ്രസീലുണ്ട്, ഇവിടെ ബ്രസീൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഈ ഒരു മറ്റേ ഒന്ന് റീസെറ്റ് ആക്കുന്ന സംഭവമുണ്ട്. ജസ്റ്റ് ഒന്ന് റീസെറ്റ് നിൽക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി കൺട്രീസ് പവർ കൺട്രീസൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ നിങ്ങൾ നേരെ അടിക്കടിക്ക് പോയാൽ കഴിഞ്ഞാൽ ബ്രസീൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുക. ഓക്കെ, അതാ ബ്രസീൽ ജസ്റ്റ് ഒന്നുകൂടി തപ്പുക. ബ്രസീൽ കണക്ട് ആവണ വരെ ബ്രസീൽ സർവർ കണക്ട് ആവണ ജസ്റ്റ് തപ്പുക. ബ്രസീൽ കണക്ട് ആക്കുക. അപ്പോൾ അത് ഏതൊരു VPN ആയിട്ട് ഒരു ആഡ് ഉണ്ടാവും. ആഡ് സ്കിപ്പ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ബാക്കടിയും ബാക്കടിച്ചതിന് ശേഷം ഫ്രീ ഫയർ സാധാ ഫ്രീ ഫയർ പിടിക്കുക, നെറ്റ് പിടിക്കുക. മൊബൈൽ അല്ല APK എന്നുള്ള സംഭവമുണ്ട്, അല്ല ആപ്പ് എന്നുള്ള സംഭവം. അവിടെ സ്റ്റോറേജ് പലർക്കും പല ലെവലിലായിരിക്കും. നമുക്ക് ക്ലിയർ ഡാറ്റ ആണ് വേണ്ടത്. ഓക്കെ, അതെന്താ ചെയ്തു, ക്ലിയർ ഡാറ്റ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രീ ഫയർ കയറും. ഇത് ഇമ്പോർട്ടൻറ്റ് മെത്തേഡായിട്ടും ഈ ഒരു ഭാഗം നിങ്ങൾ എന്തായാലും കറക്റ്റ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. കാരണം ഈ ഭാഗത്താണ് നമുക്ക് കറക്റ്റായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. അത് ആ കറക്റ്റ് ടൈമിൽ തെറ്റിയാൽ തന്നെ നമ്മളെ സംഭവം ശരിയാണെന്നിട്ട് പോകുന്നത്. അപ്പം നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യണം. അതിൻ്റെ നാളെ ലോഡിങ് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ലോഡിങ് ടൈം ആകുമ്പോൾ ഇവിടെ അത് കൊടുക്കാം. പിന്നെ ഫയൽസിൻ്റെ സാധനം ഓണായി വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഫയൽ ഇവിടെ എലോന്ന് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഈ ബ്ലാക്ക് സ്ക്രീൻ അതാണ്. ഈ ബ്ലാക്ക് സ്ക്രീൻ മാറി ജസ്റ്റ് ബാക്കാണ്. ഈ ബ്ലാക്ക് സ്ക്രീൻ മാറിയപ്പോൾ തന്നെ ബാക്ക് അടിച്ചോളാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ച് തന്നെ മുന്നേ അവിടെ MBൻ്റെ സംഭവം വരും. MBൻ്റെ മുന്നേ തന്നെ ബാക്ക് അടിക്കാം. എന്നിട്ട് റീചാർജ് എടുക്കാം. റീചാർജ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫയലുണ്ട്. ഈ ഫയൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ എക്സ്ട്രാക്ട് ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് തരുന്നത് നെക്കി പിടിക്കുക. കോപ്പിനെക്കാളും നല്ലത് കട്ട് ചെയ്തതാണ്, അതുകൊണ്ട് കട്ട് ചെയ്യാം. ആൻഡ്രോയിഡ് OBP ഇവിടെ പേസ്റ്റ് അയക്കാം. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. റീപ്ലേസ് എടുക്കുക. റീപ്ലേസ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ റീചാർജ് ബാക്ക് അടിക്കാം. ഫ്രീ ഫയർ എടുക്കാം. ഫ്രീ ഫയർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജസ്റ്റ് ഒരു ബഗ്ഗായി പോയതായിരുന്നു. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു MB ഉണ്ടല്ലോ, ഈ ഡൗൺലോഡ് MB വരുന്നതിന് മുന്നേ ബാക്ക് അടിക്കും. ആ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ലോഡിങ് തന്നെ പറഞ്ഞ് കാണിക്കും. ആ ലോഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ബാക്ക് അടിച്ച് ഫുള്ള് ക്ലിയർ ചെയ്യുക. അപ്പം നമ്മൾ VPN ഓൺ ആക്കിയിരിക്കുന്നത്. VPN ഓൺ ആക്കിക്കൊണ്ടാണ് ഇത് ഭയങ്കര സ്ലോ. കാരണം ഇത് VPN വർക്ക് ചെയ്യില്ല. മാക്സിമം VPN യൂസ് ചെയ്യാൻ നല്ലൊരു VPN യൂസ് ചെയ്യുക. നല്ലൊരു വൈഫൈ സെറ്റപ്പും നല്ല ഫോൺ സ്പീഡുള്ള ഫോണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. അപ്പോൾ ഇത് പോക്സിലേക്ക് നമുക്ക് റിക്വസ്റ്റ് കാര്യങ്ങൾ ആ ഒരു ഇമെയിൽ തന്നെ കൊടുക്കാൻ നോക്കുക. നിങ്ങൾ ഏത് ID ആണോ നമ്മൾ മറ്റേ വെയിൽ ലിസ്റ്റിലേക്ക് കൊടുത്തത് ആ ID തന്നെ കയറാൻ നോക്കാം. അപ്പോൾ അത് മെയിനായിട്ട് ചെയ്യാതിരിക്കുക. അതൊന്ന് ജസ്റ്റ് ലോഡ് ആയിക്കോട്ടെ. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ തന്നെ ഈ ഫ്രീ ഫയർ അല്ലാതെ നിങ്ങൾ കയറ്റി പരിപാടി ചെയ്യാൻ വർക്കൗട്ട് ആവാൻ ഒരു 80% ചാൻസ് ഉണ്ട്, പക്ഷേ 20% ചാൻസ് ഇല്ല. പക്ഷേ ഞാൻ തന്നെ ഈ ഫ്രീ ഫയർ ആകുമ്പോൾ അത് കറക്റ്റ് കഴിയും. ഞാൻ പറയുന്ന കമ്പനി വെച്ച് 2 റീഫണ്ട് ലിങ്ക് കൊടുത്തത്. ഒന്ന് രണ്ടും സാധാ ഫ്രീ ഫയർ തന്നെയാണ്. നിങ്ങൾക്ക് ഒന്ന് വെബ്സൈറ്റ് ലിങ്കും വേറെ ലിങ്കുമാണ്. കാരണം വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നേരെ ആടിൽ വേണ്ട അവിടെ ലിങ്ക് എടുത്താൽ കയറും. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ ഫ്രീ ഫയർ അല്ലാതെ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് ഈ ഫയൽ സപ്പോർട്ട് ആവുന്നതായിരിക്കില്ല. അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. ക്രിയേറ്റ് ആവുന്നുണ്ട്. നമ്മളെ അക്കൗണ്ട് ലോഗിൻ ആയിരിക്കണം. പക്ഷെ നമ്മൾ നോക്കിയതോ അത് നോക്കിക്കോ. നമ്മൾ പഴയ അക്കൗണ്ട് തന്നെ പരിച്ച് പൈസ കാര്യങ്ങളൊക്കെ അപ്പം കറക്റ്റ് ഇതാണ് പോച്ചി സെർവറിൽ മറ്റേ കയറിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോച്ചി സെർവർ കയറ്റലൊന്നും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടലും ഫയലോ പാനലോ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അപ്പം അടുത്തൊരു വീഡിയോ ഉണ്ട്. ബൈ ഗൈസ്.